1 കൊരിന്ത്യർ 1-23 വാക്യം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 1 കൊരിന്ത്യർ 1-23 വാക്യം ക്രിസ്തീയ സന്ദേശത്തിൻ്റെ കാതലാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു യഹൂദന്മാർക്ക് ഇടർച്ചയാകാൻ പ്രധാന കാരണം പഴയ നിയമത്തിലെ ഈ വചനങ്ങളാണ്. ആവർത്തന പുസ്തകം 21-23 വാക്യം. മരത്തിന്മേൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാകുന്നു. കുരിശിലേറ്റപ്പെട്ട ഒരാൾ മശിഹയാകുമെന്ന് യഹൂദന്മാർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. കാരണം അവർ അവനെ ശപിക്കപ്പെട്ടവനായി കണ്ടു. എന്നാൽ മശിഹ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ഉപേക്ഷിക്കപ്പെട്ടും ഇരിക്കും എന്ന യെശയ്യാ പ്രവചനം 53 വാക്യത്തിലെ പ്രവചനം അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ജയിച്ചടക്കുന്ന ഒരു രാജാവിനെയാണ് അവർ പ്രതീക്ഷിച്ചത്. വിശുദ്ധ പൗലോസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വചനം ഇവിടെ എഴുതുവാൻ കാരണം എന്താണ്? കൊരിന്തിലെ വിശ്വാസികൾക്കിടയിൽ യഹൂദന്മാരും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു. അത്ഭുതങ്ങൾ കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ എന്ന് യഹൂദന്മാരും, യുക്തിക്ക് നിരന്നാൽ മാത്രമേ വിശ്വസിക്കൂ എന്ന് ഗ്രീക്കുകാരും വാശി പിടിച്ചു. എന്നാൽ ക്രിസ്തീയ സന്ദേശം ഇവ രണ്ടിനും വിരുദ്ധമായിരുന്നു. ലോകം തോൽവിയായി കണ്ട കുരിശിലെ മരണമാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ വിജയമെന്നും മനുഷ്യരുടെ മുൻവിധികളല്ല ദൈവത്തിൻ്റെ പദ്ധതിയാണ് പ്രസക്തമെന്നും കാണിക്കാനാണ് വിശുദ്ധ പൗലോസ് ഇത് ഇവിടെ എഴുതിയത്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ ഇവയൊക്കെയാണ്. 1. നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ദൈവം പ്രവർത്തിക്കുമ്പോൾ അത് നമുക്ക് ഇടർച്ചയായേക്കാം. യഹൂദന്മാർക്ക് കുരിശ് ഒരു തടസ്സമായിരുന്നു. 2. ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിൻ്റെ യുക്തിക്ക് ഭോഷത്വമായി തോന്നും. എന്നാൽ ആ ഭോഷത്വമാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്. 3. ആളുകൾക്ക് എന്ത് ഇഷ്ടപ്പെടും എന്നതിലല്ല, സത്യം എന്താണ് എന്നതിലാണ് സുവിശേഷം നിലനിൽക്കുന്നത്. പൗലോസ് പ്രസംഗിച്ചത് അത്ഭുതങ്ങളല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. ചുരുക്കത്തിൽ, മനുഷ്യൻ ശക്തിയും ജ്ഞാനവും തേടുമ്പോൾ ദൈവം കുരിശിലെ ബലഹീനതയിലൂടെ ലോകത്തെ രക്ഷിച്ചു. ലോകം ലജ്ജയായി കാണുന്നതിനെ ദൈവം തൻ്റെ മഹത്വമാക്കി മാറ്റി. ഈ മഹത്വം ഇന്ന് നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ വചനത്താൽ ദൈവം ഇന്ന് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.